ഹായ് ഗായ്സ്, ജെയ്മെയിൻ 2025 ഫേസ് 1 ജാനുവരി 23 സെക്കൻഡ് ഷിഫ്റ്റിലെ 6th ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം 3-dimensional geometry. 3D എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. ദ ഡിസ്റ്റൻസ് ഓഫ് ദ ലൈൻ x-2/2 ഈസ് ഈക്വൽ ടു y-6/3 ഈസ് ഈക്വൽ ടു z-3/4 ഫ്രം ദ പോയിന്റ് 1,4,0 അലോങ് ദ ലൈൻ x/1 ഈസ് ഈക്വൽ ടു ദിസ് വൺ. റെഡി അല്ലേ? ഈസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ്? ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ L1 എന്ന ഇതിന് പേര് കൊടുത്തു, അതേപോലെ L2 എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്, എന്താണ് 1,4,0 എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്നും L1ലേക്കുള്ള ദൂരം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. റെഡി അല്ലേ? അപ്പോൾ ഈ L1ലേക്കുള്ള ദൂരം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാവാം, പലതരത്തിലാവാം അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറയും. റെഡി? പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, അലോങ് ദ ലൈൻ L2 എന്നാണ് അല്ലേ? അലോങ് ദ ലൈൻ L2 എന്ന് പറഞ്ഞാൽ L2 എന്ന് പറഞ്ഞ ഈ പർട്ടിക്കുലർ ലൈൻ ഉണ്ട്. റെഡി അല്ലേ? അപ്പോൾ ഇത് L1, അതേപോലെ എന്താണ് മക്കളെ L2 അല്ലേ? അപ്പോൾ ഈ L2 എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എന്താണ് മക്കളെ ലൈൻ ഉണ്ട്. ഓക്കെ അല്ലേ? അതിലൂടെയാണ് നമ്മൾ എന്താക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അതിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്താക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പർട്ടിക്കുലർ പോയിന്റ് 1,4,0 എന്ന് പറഞ്ഞാൽ ഈ ലൈനിലെ ഒരു പോയിന്റ് ആണ്. നമ്മൾ അതിനെ മനസ്സിലാക്കണം. ഓക്കെ, അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുക. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുക അല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്താൽ ഇവിടെ 1/1 അല്ലേ ഈസ് ഈക്വൽ ടു 4-2 അല്ലേ, അഥവാ 2/2 അല്ലേ? അതേപോലെ അതായത് എക്സിനും വൈക്കും സെഡിനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം ഒരേ നമ്പറാണ് എന്താക്കുന്നത് കിട്ടുന്നത്. അപ്പോൾ അതിലെ പോയിന്റ് ആണ് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ മീറ്റിംഗ് പോയിന്റ്, റെഡി, ഇവരുടെ ഈ മീറ്റിംഗ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് ഇവർ തമ്മിലുള്ള ദൂരം നമുക്ക് എന്ത് ചെയ്യാം? അതിലൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? അവരുടെ മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഈ L1ൻ്റെയും L2ൻ്റെയും പാരാമെട്രിക് കോർഡിനേറ്റ്സ് എടുക്കുക. ഓക്കെ, അപ്പോൾ L1ൻ്റെ പാരാമെട്രിക് കോർഡിനേറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? x-2/2 അല്ലേ ഈസ് ഈക്വൽ ടു y-6/3 ഈസ് ഈക്വൽ ടു z-3/4 അല്ലെ ഈസ് ഈക്വൽ ഞാൻ T എന്ന് പേര് കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും പറഞ്ഞാൽ യെസ്, എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് 2t + 2 എന്ന് കിട്ടും അല്ലേ? y ഈസ് ഈക്വൽ ടു 3t + 6 എന്ന് കിട്ടും. ആൻഡ് z ഈസ് ഈക്വൽ ടു 4t + 3 എന്ന് കിട്ടും. റെഡി അല്ലേ? അപ്പോൾ അതിൻ്റെ ജനറൽ പോയിന്റ് നമ്മൾ എന്താക്കി എടുത്തു. റെഡി? ഇനി അടുത്തത് മക്കളെ ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ദാറ്റ്? അടുത്തത് ഇനി ഇവൻ്റെ ജനറൽ പോയിന്റ് നമ്മൾ എന്താക്കാണ് എടുക്കുകയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് x/1 ഈസ് ഈക്വൽ ടു y-2 അല്ലേ /2 ഈസ് ഈക്വൽ ടു എന്താണ് z+3 /3 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് x ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ജനറൽ പോയിന്റ് എന്ന് പറയുമ്പോൾ x ഈസ് ഈക്വൽ ടു ഞാൻ എന്ത് കൊടുക്കണം? ലാംഡ എന്ന് കൊടുക്കണം അല്ലേ? ഈസ് ഈക്വൽ ടു ലാംഡ എന്ന് കൊടുക്കണം. അപ്പോൾ x ഈസ് ഈക്വൽ ടു എന്താണ്? ലാംഡ. ഓക്കെ, y ഈസ് ഈക്വൽ ടു എന്താണ്? 2λ + 2 അല്ലേ? അതേപോലെ z ഈസ് ഈക്വൽ ടു എന്താണ്? 3λ - 3 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ ഈ രണ്ടിൻ്റെയും എന്താക്കി ജനറൽ പോയിന്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T ആണ് അല്ലേ? ഇതിൻ്റെ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ലാംഡയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാരാമീറ്റർ നമുക്ക് കിട്ടിയാൽ മതി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? ഈ പർട്ടിക്കുലർ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ചെയ്യുക മക്കളെ? വളരെ സുഖമാണ് അല്ലേ? കാരണം ഈ പർട്ടിക്കുലർ പോയിന്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റിൽ അല്ലേ നമുക്കറിയാം ഈ എക്സും അതേപോലെ ഈ എക്സ് നമുക്ക് എന്താക്കാം? ഇക്വേറ്റ് ചെയ്യാം. റെഡി അല്ലേ? ഈ എക്സ് അല്ലേ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് എന്താണ്? പറഞ്ഞ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് ലൈനിലെ പോയിന്റ് ആണ്? യെസ്. ഓക്കെ, യെസ്. ഓക്കെ, മക്കളെ നോക്കണേ, ഈ ലൈനിലെ പോയിന്റ് ആണ്. റെഡി അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക, ഇവരെന്ന് പറയുന്നത് ഈ ലൈനിലെ എന്താണ് മക്കളെ? പോയിന്റ് ആണ്. റെഡി അല്ലേ? അപ്പോൾ ഈ മീറ്റിംഗ് പോയിന്റിൽ ആ രണ്ട് പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റുകൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. വൈ കോർഡിനേറ്റുകളും ഒക്കെ എന്താണ്? സെയിം ആണ്. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവരെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? അതായത് യെസ്. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? 2t + 2 അല്ലേ ഈസ് ഈക്വൽ ടു 2t + 2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? ലാംഡ എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? അത് അവിടെ നിൽക്കട്ടെ. റെഡി അല്ലേ? അതേപോലെ തന്നെ 3t + 6 ഈസ് ഈക്വൽ ടു എന്താണ്? 2λ + 2 എന്ന് കൊടുക്കാം അല്ലേ? 3t + 6 അല്ലേ ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം നമുക്ക്? 2λ + 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഓറൽസ് നമുക്ക് ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് അല്ലേ നമുക്ക് വേണ്ട, സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. റെഡി? അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം? ഇവർ രണ്ടുപേരെയും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡയോ അല്ലെങ്കിൽ ടിയോ ഒക്കെ കിട്ടും. ഏതെങ്കിലും ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 1 ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് പറയടാ, ഞാൻ ഒരു 2 കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ആണെന്ന് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് 4t + 4 എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 2λ. റെഡി? ഇനി ഈ ഇക്വേഷൻ നമ്മൾ എന്താക്കാണ്? സബ്ട്രാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. റെഡി? അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3t - 4t അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീനോ
3t - 4t അല്ലെ എന്ന് പറയുമ്പോൾ നമുക്കറിയാമെന്നാണ് -t ആണ്. 6 - 4 നമുക്കറിയാമെന്നാണ് 2 ആണ്. 2 ലാംഡ പോയി t 2 - 0 എന്ന് പറയുമ്പോൾ 2 ആണ്. ഓക്കെ, അഥവാ t ഈസ് ഇക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വൺസ് t ഈസ് ഇക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ x കോർഡിനേറ്റ് കിട്ടും, അല്ലെ y കോർഡിനേറ്റ് കിട്ടും, അതേപോലെ എന്താണ് z കോർഡിനേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ഇത് വരച്ച സമയത്ത് ആ z-നെ ഞാൻ എന്താക്കിയിട്ടുണ്ട്? മറന്നു പോയിട്ടുണ്ട്. ഞാൻ മറന്നാലും നിങ്ങൾ എന്താക്കരുത്? മറക്കരുത്. റെഡി അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ടി നമ്മൾ എന്താക്കുക? ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അല്ലേ? അഥവാ ശ്രദ്ധിക്കുക, ഇതിലേക്ക് ടി ഈസ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു എന്ത് കിട്ടും മക്കളെ? 2 എന്ന് കിട്ടും അല്ലേ? വൈ ഈസ് ഇക്വൽ ടു എന്ത് കിട്ടും? 6 എന്ന് കിട്ടും അല്ലേ? അതേപോലെ സെഡ് ഈസ് ഇക്വൽ ടു എന്ത് കിട്ടും പറഞ്ഞിട്ട്? 3 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇഥവാ ഇതിലേക്ക് ഞാൻ എന്താക്കാണ്? ടി ഈസ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞ സംഗതി ഇട്ട് കൊടുത്തു. ഓക്കെ, അല്ല എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തിട്ട് ലാംഡ കിട്ടിക്കഴിഞ്ഞാലും ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. റെഡി അല്ലേ? അപ്പോൾ ലാംഡയാണ് കിട്ടും, നമ്മൾ ഇതിലേക്ക് എന്താ ഇട്ട് കൊടുക്കുക. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,6,3 എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായില്ലേ? 2,6,3 ആണ് എന്താ മീറ്റിംഗ് പോയിന്റ് നമുക്ക് കിട്ടി. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ മാത്രമാണ് പ്രൊസീജിയർ. അപ്പോൾ എങ്ങനെയാണ് മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക? ഒന്നുമില്ല, ഈ രണ്ട് ലൈനിൻ്റെയും എന്താക്കുക? ജനറൽ പോയിന്റ് അഥവാ പാരാമെട്രിക് കോർഡിനേറ്റ് എഴുതുക. അപ്പോൾ ഓരോന്നിനും എന്തുണ്ടാവും? ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, നമുക്കറിയാം ആ മീറ്റിംഗ് പോയിന്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാരാമീറ്റർ കിട്ടും. ആ പാരാമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ആ പോയിന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയിന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് അല്ല 2,6,3 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്താക്കിയാൽ മതി? ഇവിടെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ദൂരം കിട്ടും d ഈസ് ഇക്വൽ ടു അല്ലേ സ്ക്വയർ റൂട്ട് ഓഫ് 2 - 1 ദ ഹോൾ സ്ക്വയർ നമുക്കറിയാമെന്നാണ് 1 ആണ്. 6 - 4 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 6 - 4 ഈസ് വാട്ട്? 2 അല്ല, 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? 4 ആണ്. അല്ല, 3 - 0 ദ ഹോൾ സ്ക്വയർ നമുക്കറിയാമെന്നാണ് യെസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 3 എന്ന് പറയുമ്പോൾ എന്താണ്? 9 ആണ്. ഓക്കെ അല്ലെ? 9 ആണ്. ഓക്കെ, സോ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 14 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ 2 ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത് പഠിക്കാം കേട്ടോ.